പോർമുഖത്തിന് അന്ത്യമോ എന്നാണ് ചോദ്യം. സ്മൃതി, പോർമുഖത്തിന് അന്ത്യമല്ല, പോർമുഖത്തിന് ഒരു തുടർച്ചയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ, 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 ആരിഫ് മുഹമ്മദ് ഖാൻ. അതായത് താൻ ഒരു RSSകാരനാണെന്ന് തെളിയിക്കേണ്ടതുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആർലേക്കറിന് അത് തെളിയിക്കേണ്ടതില്ല. അപ്പോൾ ഈ 5 വർഷം അദ്ദേഹം അങ്ങനെ ബഹളം വെച്ച് ഞാനിതാ നല്ല RSSകാരനാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ഫെഡറൽ സംവിധാനത്തിനെതിരായ യുദ്ധം ആണല്ലോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻ്റായി തന്നെ ഗവർണർമാർ പ്രവർത്തിക്കുന്നു. അതായത് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ളതൊരു നിർദ്ദേശമായിട്ടോ ഒരു അലിഖിത നിയമമായിട്ടോ എന്തോ ഒന്ന് അവിടെ നിൽക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ആ രൂപത്തിൽ തന്നെ അതത് സർക്കാരുകളോട് കലഹിക്കുന്ന ഗവർണർമാരെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അർലേക്കറിനെ സംബന്ധിച്ച് അർലേക്കർ RSSൽ തന്നെ വളർന്നു വന്ന ആളാണ്. അപ്പോൾ RSSൻ്റെ ആശയങ്ങൾ എന്ത്, അതെങ്ങനെ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം മുമ്പ് ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ ഗോവയിലെ കാര്യം പറഞ്ഞു. അപ്പോൾ ഗോവയുടെ തുടർച്ച ഇവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സ്വാധീനിക്കാൻ എന്നൊരു ദൗത്യം അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് നിങ്ങളൊക്കെ വിലയിരുത്തി. അതുകൂടാതെ അദ്ദേഹം നേരത്തെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഹിമാചൽ ഗവർണറായിരുന്നു. ഹിമാചൽ ഗവർണറായിരിക്കുമ്പോൾ അവിടെ തോട്ടം തൊഴിലാളി ലയങ്ങളിലൊക്കെ പോയി അവിടെ അവരെ തൊഴിലാളികളോട് സംസാരിക്കുക, സർക്കാരിന് എതിരായ പരാതികൾ അവരിൽ നിന്ന് കേട്ടുകൊണ്ട് അവരുടെ പ്രശ്നപരിഹാരം സർക്കാരല്ല ഞാനാണ് പരിഹരിക്കുക എന്ന രൂപത്തിൽ അവിടെ ഒരു രീതി അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിരുന്നു.